നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 52 വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുചേർന്നു. കലൈന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മ പുതുക്കൽ കൊണ്ട് ശ്രദ്ധേയമായി. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അൽത്താഫ് സുധീറും സഹഭാരവാഹികളും ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അൻസാരി അടിമാലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വികസനം സ്തംഭിപ്പിച്ച LDF സർക്കാരിന് കേരള ജനത മാപ്പ് നൽകില്ലെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NSS കുമാരമംഗലം മേഖലാ സമ്മേളനം നടത്തി. സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് K ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ഓർത്താഡ്സ് സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ റോയൽ ട്രാവൽസ് കോഴിക്കോടും ട്രിനിറ്റി ഗോൾഡ് ഉഷ FC തൃശൂരും തമ്മിലുണ്ടായ മത്സരത്തിൽ കോഴിക്കോട് വിജയിച്ചു. റോയൽ ട്രാവൽസിലെ ഷാഹിദിന്റെ ഗോളിലൂടെയാണ് കോഴിക്കോട് വിജയികളായത്. ഖാന താരങ്ങളായ ഇസ്മായിൽ, നാന തുടങ്ങിയവർ കോഴിക്കോടിനു വേണ്ടിയും ഐവറി കോസ്റ്റിൻ വിദേശ താരങ്ങളായ മിൽസ്ട്രോ ജെയിംസ് തുടങ്ങിയ താരങ്ങൾ ഉഷ FCക്ക് വേണ്ടിയും കളിക്കളത്തിൽ ഇറങ്ങി. തൊടുപുഴ ഓർത്താഡ്സ് സ്പോർട്ടിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ റോയൽ ട്രാവൽസ് കോഴിക്കോടും ട്രിനിറ്റി ഗോൾഡ് ഉഷ FC തൃശൂരും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ മത്സരത്തിൽ കോഴിക്കോട് വിജയികളായി. റോയൽ ട്രാവൽസ് കോഴിക്കോടിനു വേണ്ടി ഷാഹിദിന്റെ അതിമനോഹരമായ ഒരു ഗോളിലൂടെയാണ് കോഴിക്കോട് വിജയം സ്വന്തമാക്കിയത്. ഉദ്ഘാടന യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലറും CPI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി. എറണാകുളം ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി കളക്ടർ VA അബ്ബാസ്, SFI തൃശൂർ മേഖലാ പ്രസിഡന്റ് ശശി, തൊടുപുഴ മുനിസിപ്പൽ 22ാം വാർഡ് കൗൺസിലർ ജിതേഷ് എന്നിവർ ആശംസകൾ നേരുകയും മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഖാന താരങ്ങളായ ഇസ്മായിൽ, നാന തുടങ്ങിയവർ കോഴിക്കോടിനു വേണ്ടിയും ഐവറി കോസ്റ്റിൻ വിദേശ താരങ്ങളായ മിൽസ്ട്രോ ജെയിംസ് തുടങ്ങിയ താരങ്ങൾ ഉഷ FCക്ക് വേണ്ടിയും ബൂട്ട് കെട്ടി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 52 വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുചേർന്നു. കലൈന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മ പുതുക്കൽ കൊണ്ട് ശ്രദ്ധേയമായി. 1972 SSLC ബാച്ച് ഒത്തുചേർന്നത് ഒരിക്കലും നടക്കില്ലെന്ന് കണ്ട ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു. അന്ന് അതേ ബാച്ചിൽ തന്നെ പഠിച്ച ഇന്നത്തെ മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നോടം ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്തു. SSLC കഴിഞ്ഞ് ആദ്യമായി കണ്ടുമുട്ടുന്നവരുമുണ്ടായിരുന്നു. പഴയകാല ഓർമ്മകൾ എല്ലാവരും ഇന്നത്തെ പോലെ പങ്കുവച്ചു. ഓർമ്മയിലെ 1972 ഓർമ്മകൾ നിറഞ്ഞതായി മാറി. 52 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഒത്തുചേർന്നത്. കലൈന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം പതിറ്റാണ്ടുകളുടെ ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു. കലൈന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ 1972 SSLC ബാച്ച് ഒത്തുചേർന്നത് ഒരിക്കലും നടക്കില്ലെന്ന് കണ്ട ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു. 52 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുമുട്ടുന്നവരും ഉണ്ടായിരുന്നു. അന്ന് 111 വിദ്യാർത്ഥികളാണ് SSLC ബാച്ചിൽ ഉണ്ടായിരുന്നത്. അതിൽ 60 പേർ പങ്കുചേർന്നു. അകാലത്തിൽ മരണപ്പെട്ട 13 സഹപാഠികൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. അന്ന് അതേ ബാച്ചിൽ തന്നെ പഠിച്ച ഇന്നത്തെ മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നോടം ഒത്തുചേരൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. തന്റെ പഠനകാല ഓർമ്മകളും സമർപ്പിത ജീവിതത്തിന്റെ നാൾവഴികളും അദ്ദേഹം ഓർത്തെടുത്തു. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മനസ്സിൽ ചെറുപ്പമാണ് ആരാണ് നമ്മളെല്ലാം we are all recycled teenagers. അത് സത്യമാണത്. റീസൈക്കിൾ ചെയ്ത കൗമാരപ്രായക്കാരാണ് നമ്മളിവിടെ നിന്ന് 15-16 വയസ്സിലോ 17 വയസ്സിലൊക്കെ പോയി. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ടീനേജർ കൗമാരം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നിതാന്ത ഹരിതകത്വമാണത്. ഒരു നിത്യ കൗമാരം എന്ന് വേണമെങ്കിൽ പറയാം. അത്
കാത്തു സൂക്ഷിക്കുക വലിയ കാര്യമാണ്. നമ്മുടെ ഒരുപക്ഷെ മക്കളും കൊച്ചുമക്കളും ഒക്കെയായി എനിക്കാണ് ഒരുപാട് പ്രാരാബ്ധമായി സ്റ്റേജിനോട് എങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് ചേരുമ്പോൾ ഈ ഒരു മനസ്സിൻ്റെ ഉടമകളായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ഈ മുറ്റത്ത് കാണുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ കോടിപ്പൊടി കാണുമ്പോൾ, ഞാവൽമരം കാണുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്രഹാതുരത്വം വരികയാണ്. ഞാനിപ്പോഴും കെട്ടിടത്തോടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്നിരുന്ന തേക്ക് മരത്തിൻ്റെ ഇലകളുടെ മണം പോലെ എൻ്റെ മനസ്സിലുണ്ട്. കൃത്യമായിട്ട് ആ തേക്കിൻ്റെ ഓരോ ഇലയും പൊഴിയും ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥിയും ഫോട്ടോഗ്രാഫറും കലേന്താനി വിജയ സ്റ്റുഡിയോയുടെ ഉടമ കൂടിയായ KS വിജയൻ പിള്ളയുടെ നേതൃത്വത്തിൽ ഫോൺ നമ്പറുകളും മറ്റും കണ്ടെത്തിയാണ് പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടത്. കൂടാതെ പഴയ ചിത്രങ്ങളുടെ നെഗറ്റീവ് എടുത്ത് പോസിറ്റീവാക്കിയും പൂർവ്വകാല ഓർമ്മകൾ പുതുക്കിയത് ഏവരെയും വികാരനിർഭരാക്കി. 1972 SSLC ബാച്ച് വിദ്യാർത്ഥിയും പിന്നീട് അതേ സ്കൂളിന്റെ തന്നെ HM ആയും സേവനമനുഷ്ഠിച്ച ലീസമ്മ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കലേന്താനി സെന്റ് ജോർജ് HS സ്കൂൾ മാനേജർ വികാരി ഫാദർ ജോർജ് പുല്ലൻ, റവറന്റ് ഫാദർ ആന്റണി പുലിമല, റവറന്റ് ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ, ഏലിയാമ്മ AJ, ഫിലോമിന എബ്രഹാം, സിസ്റ്റർ ആൻഡോ FCC, KJ ജോസ് കുന്നംപുറത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. KR വേണുഗോപാലപിള്ള സ്വാഗതവും KS വിജയൻപിള്ള നന്ദിയും രേഖപ്പെടുത്തി. പഴയകാല ഓർമ്മയിൽ എല്ലാവരും ഇന്നത്തെ പോലെ പങ്കുവച്ചു. KS വിജയൻപിള്ളയെ മികച്ച സംഘാടകൻ എന്ന നിലയിൽ സ്കൂൾ മാനേജ്മെന്റും പ്ലാറ്റിനം കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. റിട്ടയർഡ് SA വേണുഗോപാലപിള്ള 2008 മുതൽ 2013 വരെ കലേന്താനി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചുള്ള HM TF ലിസാമ തുരുത്തിപ്പാറ, സ്കൂളിലെ ഹെഡ്മാസ്റ്ററായിരുന്ന വാരിക്കാട്ട് എബ്രഹാം സാറിന്റെ മകൾ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഫിലോമിന എബ്രഹാം എന്നിവർ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കലേന്താനി. പാർക്കിങ്ങിന്റെ അസൗകര്യങ്ങളുടെ നടുവിൽ വീർപ്പുമുട്ടുകയാണ് തൊടുപുഴ നഗരസഭ. സേവനങ്ങൾക്കായി എത്തുന്ന ആളുകളുടെ വാഹനങ്ങളുടെ പാർക്കിങ്ങിന്റെ പേരിൽ ജീവനക്കാരുടെ മുരുക്കുമുഷ്ടി തുടരുന്നു. വാഹനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുതള്ളൂ എന്ന നിലപാടിലാണ് ജീവനക്കാർ. പാർക്കിങ്ങിന്റെ അസൗകര്യങ്ങളുടെ നടുവിൽ വീർപ്പുമുട്ടുകയാണ് തൊടുപുഴ നഗരസഭ. സേവനങ്ങൾക്കായി എത്തുന്ന ആളുകളുടെ വാഹനങ്ങളുടെ പാർക്കിങ്ങിന്റെ പേരിൽ ജീവനക്കാരുടെ മുരുക്കുമുഷ്ടി തുടരുന്നു. വാഹനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളൂ എന്ന നിലപാടാണ് ജീവനക്കാർ സ്വീകരിക്കുന്നത്. നഗരസഭയുടെ വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. ജീവനക്കാരുടെ വലിയ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലമാണ് പാർക്കിംഗ് തടസ്സപ്പെടുന്നത്. പലയിടങ്ങളിലും വള്ളി കെട്ടിയും കല്ലുകളും ടയറുകളും വെച്ചും പാർക്കിംഗ് തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഡീപോൾ കിൻഡർ ഗാർഡനും ഡീപോൾ മോണ്ടിസോറി ഇന്റർനാഷണലും സംയുക്തമായി വാർഷികം ആഘോഷിച്ചു. ഗാലക്സി ഗാല എന്ന പേരിൽ നടത്തിയ ആഘോഷ പരിപാടിയിൽ അരുൺ ഗിന്നസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് തെക്കേമുറി അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഡീപോൾ കിൻഡർ ഗാർഡനും ഡീപോൾ മോണ്ടിസോറി ഇന്റർനാഷണലും സംയുക്തമായി ഗാലക്സി എന്ന പേരിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അരുൺ ഗിന്നസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മാനേജർ ഫാദർ തോമസ് തെക്കേമുറി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ സിബി ജോൺ കരികിലാമറ്റത്തിൽ, സ്കൂൾ ബർസാർ ഫാദർ ഡിനോ വാഴച്ചാലിൽ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോം ജെ ഓലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചന്ദ്രയാൻ ദൗത്യത്തെ ആസ്പദമാക്കി കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു.
സമ്മാനം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അൽത്താഫ് സുധീറും സഹഭാരവാഹികളും ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അൻസാരി അടിമാലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച മുൻ KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പിള്ളിയെ അനുസ്മരിച്ചു. KSU കുന്നം യൂണിറ്റ് നേതൃത്വത്തിലുള്ള ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സിയും വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അൽത്താഫ് സുധീറും സഹഭാരവാഹികളും ചുമതലയേറ്റു. അന്തരിച്ച മുൻ KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പിള്ളിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് യോഗം ആരംഭിച്ചത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ച ചുമതലയേൽക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അൻസാരി അടിമാലി നിർവഹിച്ചു. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലുള്ള ഫാസിസ്റ്റ് സർക്കാരുകൾക്കെതിരെയുള്ള ജനകീയ പോരാട്ടത്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. ഈ പോരാട്ടം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് മുൻപിൽ നമ്മുടെ നാട് പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയാണെന്നും അൻസാരി പറഞ്ഞു. നമ്മുടെ ഈ മേഖലയിൽ സംഘടനാപരമായി നമുക്ക് പഴയ ശക്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിയും. പണ്ട് ഞാനൊക്കെ എൻ്റെ കാലങ്ങൾക്ക് മുമ്പൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പും നമ്മുടെ നിയാസിൻ്റെയൊക്കെ സമയത്ത് തൊടുപുഴയുമായ ഒരു കാര്യമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വിളിക്കുന്നത് നിയാസിനെയാണ്. തൊടുപുഴയിലേക്ക് എത്തിച്ചേരുന്നത് തൊട്ടുമുമ്പ് നമ്മൾ നിയാസിനെ വിളിക്കും. നിയാസ് അതുപോലെ തന്നെ അടിമാലി മേഖലയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മളെ വിളിക്കും. ആ മേഖലയിലുള്ള നിയാസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവാക്കളെ എല്ലാം വിളിച്ചിട്ടാണ് നിയാസ് അടിമാലിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഒരു യുവജന ശക്തി എന്തുകൊണ്ടെന്നറിയില്ല നമുക്ക് ചെറുതായി തൊടുപുഴ മേഖലയിൽ ചോർന്നിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കുവാനായി നമുക്ക് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. KSU കുന്നം യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സി വിതരണം KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ആദരവ് DCC മെമ്പറും മുൻ മുനിസിപ്പൽ കൗൺസിലറുമായ KM ഷാജഹാൻ ഏറ്റുവാങ്ങി. DCC ജനറൽ സെക്രട്ടറിമാരായ ചാർലി ആന്റണി, TJ പീറ്റർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH സജീവ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അസ്ലം ഓലിക്കൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ മുനീർ CM, റമീസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ജോസ് K പീറ്റർ, റഹ്മാൻ ഷാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രാദേശിക വികസനം സ്തംഭിപ്പിച്ച LDF സർക്കാരിന് കേരള ജനത മാപ്പ് നൽകില്ലെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RPGRS ജില്ലാ ചെയർമാൻ AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. LDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുമ്പിൽ നടത്തിയ പ്രതിഷേധം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇത് പരിഹരിക്കുന്നതിന് സർക്കാർ സ്വീകരിച്ച വഴിവിട്ട നടപടികൾ പ്രാദേശിക വികസനം സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വർണം പണയം വെച്ച് നിർവാഹമില്ലാത്ത കോൺട്രാക്ടർമാർ, അതിന് പലിശയടയ്ക്കുന്ന കോൺട്രാക്ടർമാർ, വികസനം നടക്കാതെ വരുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, രണ്ട് മുനിസിപ്പാലിറ്റികളെയും ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ദുഃഖ ദുരിതങ്ങളും, ഇതിനെല്ലാം പരിഹാരം കാണാൻ പണം അനുവദിക്കേണ്ട കേന്ദ്രം പണം അനുവദിക്കണം. കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച ചത്ത് കിടക്കുകയാണ്. മറ്റെല്ലാത്തിനും പണമുണ്ട്. നമ്മുടെ ഊരാളിന്റെ സൊസൈറ്റിക്കാണല്ലോ ആകെ ലാഭമുള്ള ഒരു സൊസൈറ്റി. മാർക്സിസ്റ്റ് ആധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്ന കള്ളപ്പണങ്ങളും കള്ളപ്രവർത്തനങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഊരാളികൾ സൊസൈറ്റി. ഇതിനിടയിലാണ് പഞ്ചായത്തുകളോട് നവകേരള പരിപാടി നടത്താൻ 1 ലക്ഷം രൂപ, അല്ലേ, 1 ലക്ഷം രൂപയല്ലേ കൊടുത്തവർക്ക് അബദ്ധം പറ്റി. പഞ്ചായത്ത് മറ്റ് ത്രിതല സമിതികൾ പറഞ്ഞിട്ടും കേൾക്കാത്ത ചില രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന സെക്രട്ടറിമാർ, അവരെ എല്ലാം കോടതി നീട്ടൂര് മുടക്കി അവരുടെ ശമ്പളത്തിൽ പിടിക്കാൻ പറഞ്ഞേക്ക. ഏറ്റവും അവസാനത്തെ സ്ഥിതി അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിന് മുൻപ് ഇവിടെ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഭരണമുണ്ടായിരുന്നു. 1986 കേരള സംസ്ഥാനം പിറന്നു വീണതാണ്. ഒരുപാട് മുഖ്യമന്ത്രിമാരെയും ഒരുപാട് ഭരണസമിതികളെയും കണ്ടിട്ടുണ്ട്. എത്രയോ പ്രതിപാദനന്മാരായ മുഖ്യമന്ത്രിമാർ
സംസ്ഥാനത്തിന്റെ ഖജനാവിനെ എങ്ങനെ കൊണ്ടുപോകണം, മിടുക്കന്മാരെ ധനകാര്യമന്ത്രിമാർക്കേണ്ട സംസ്ഥാനം. പക്ഷെ അതെല്ലാം മാറിയിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർത്ത് പ്രാദേശിക വികസനം മരവിപ്പിച്ച LDF നടപടിക്ക് കേരള ജനത മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചായത്തുകളിൽ നിന്നും വിവിധ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്ന കോൺട്രാക്ടർമാരോടും ഏജൻസികളോടും പ്രവൃത്തിയുടെ ഈടിന്മേൽ ബാങ്കിൽ നിന്നും പലിശയ്ക്ക് വായ്പെടുത്തുകൊള്ളാൻ പറഞ്ഞും തടിതപ്പുന്ന പിണറായി സർക്കാർ നാടിന് അപമാനകരമാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ RPGRS ജില്ലാ ചെയർമാൻ AP ഉസ്മാൻ വ്യക്തമാക്കി. സമയബന്ധിതമായി പണം കൊടുക്കാൻ ട്രഷറിയിൽ അതിനാവശ്യമായ പണമില്ലാത്തത് കൊണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കോൺട്രാക്ടർമാരും ബന്ധപ്പെട്ടവരും ഏജൻസികളും തയ്യാറാകുന്നില്ല എന്നത് കേരളത്തിലെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉദാരമായ ഒരു നടപടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ നടപടി? ഏത് കോൺട്രാക്ടർക്കും ഏജൻസിക്കും വർക്കുകൾ ഏറ്റെടുക്കാം. ഏറ്റെടുക്കുന്ന വർക്കുകൾക്ക് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാം. ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് പലിശ കൊടുത്ത് കിട്ടുന്ന പണം ഉപയോഗിച്ച് വികസന പ്രവർത്തനം നടപ്പിലാക്കിക്കൊള്ളാൻ പറയുന്ന നാണം കെട്ട ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമാണ്. രാജീവ് ഭവൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് നേതാക്കളായ ഡോമിന സജി, രാജേശ്വരി രാജൻ, NK ബിജു, മാത്യു ജോൺ, MA അൻസാരി, പുഷ്പ വിജയൻ, ആലീസ് ജോസ്, ഏലിയാമ്മ ജോയ്, ആൽബർട്ട് ജോസ്, സിബി പാറപ്പായി, സിജു ചക്കുമൂട്ടിൽ, ബിന്ദു രാജേഷ്, ഷൈജ ജോമോൻ, ബിജോയ് ജോൺ, റോബിൻ മൈലാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. DCC ഭാരവാഹികളായ MD അർജുനൻ, NA ബെന്നി, ഇന്ദു സുധാകരൻ, KI ജീസസ്, ബാബു P കുര്യാക്കോസ്, ജോർജ് തോമസ്, ജാഫർ ഖാൻ മുഹമ്മദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PS ജേക്കബ്, സിനി സാബു, ടോണി കുര്യാക്കോസ്, ഗ്രേസി തോമസ്, സോളി ജീസസ്, KK ഭാസ്കരൻ, ബിജു MA, സുരേഷ് ബാബു, അമ്മിണി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. NSS കുമാരമംഗലം മേഖലാ സമ്മേളനം നടത്തി. കുമാരമംഗലം NSS ഹാളിൽ തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് K ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. NSS കുമാരമംഗലം മേഖലാ സമ്മേളനം നടത്തി. കുമാരമംഗലം NSS ഹാളിൽ തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് K ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. took over the world എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതുകയുണ്ടായി. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഹൗ ഹ്യൂമൻസ് ടുക്ക് ഓവർ ദി വേൾഡ്. മനുഷ്യരാശി എങ്ങനെ ഈ ലോകത്തിന്റെ അധിപന്മാരായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭൂമിയിൽ നമ്മളെക്കാളും എത്രയോ ബലവാന്മാരായ ആൾക്കാരുണ്ട്. എത്രയോ ജീവജാലങ്ങൾ, അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾ. എന്തുകൊണ്ട് മനുഷ്യൻ ഇവരുടെ ഒക്കെ മുകളിൽ നിൽക്കുന്നു? താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് MD ധർമാംഗത കൈമൾ, താലൂക്ക് കമ്മിറ്റി അംഗം PR ശിവശങ്കരൻ നായർ, വനിതാ താലൂക്ക് യൂണിയൻ സെക്രട്ടറി പ്രസീത സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി R അനിൽകുമാർ സ്വാഗതവും കുമാരമംഗലം കരയോഗം പ്രസിഡന്റ് TS ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തൊടുപുഴ, വെങ്ങല്ലൂർ വടക്ക്, പെരുമ്പള്ളിച്ചിറ, കുമാരമംഗലം, പെരുമാങ്കണ്ടം, കല്ലൂർക്കാട്, കല്ലൂർ, വണ്ണപ്പുറം, ബാലനാട് എന്നീ കരയോഗങ്ങളിൽ നിന്നുമായി 1000-ൽ പരം പ്രവർത്തകർ പങ്കെടുത്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ നായർ സമുദായത്തിലെ വന്നത്താരകി അനുയായികളും അതുപോലെ തന്നെ നേതാക്കളും ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലുതിനെ കൊണ്ട് മേടിച്ച് നായരുടെ ഉച്ചയ്ക്കടിച്ച് വേസ്റ്റ് പട്ടയിലേക്ക് എറിയുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര കമ്മീഷനുകളാണ്, എത്ര കോടതി വിധികളാണ് മുന്നോക്ക സമുദായമെന്നും ഭൂരിപക്ഷമെന്നും പറഞ്ഞ് നമുക്കെതിരായി വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. കരിങ്കുന്നം തെരുവക്കാട്ടിൽ പയസിന്റെ രണ്ടാമത്തെ മകൻ കുഞ്ഞായി എന്ന് വിളിക്കുന്ന ജോസഫ് വാഹനാപകടത്തിൽ മരണമടഞ്ഞു. മാതാവ് കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ബീന പയസ്. പത്രക്കെട്ട് വിതരണത്തിന് മുട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കൊട്ടേഷൻ എടുത്തിരുന്ന പിതാവ് പയസ് അസുഖബാധിതനായതിനാൽ പകരം മകൻ പത്രമെടുക്കാൻ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴയ്ക്ക് സമീപം ആനിക്കാട് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഭൗതിക ശരീരം തൊടുപുഴ ചാഴികാട് ആശുപത്രിയിൽ. സംസ്കാരം ബുധനാഴ്ച കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ.
പഞ്ചായത്തിൽ വേട്ടാമ്പാറയിലെ പടിപ്പാറയിൽ സ്ഥാപിതമായിരിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ ജനരോക്ഷം ഇരമ്പി. ടാർ മിക്സിംഗ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പടിപ്പാറയിൽ നടത്തിയ സമരപ്രഖ്യാപന സദസ്സിലാണ് ജനരോക്ഷം ഇരമ്പിയത്. ജനജീവിതം ദുരിതത്തിലാക്കുന്ന ഈ പ്ലാന്റിന് എന്നും എതിരായിരിക്കും പഞ്ചായത്ത് ഭരണസമിതിയെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. സമരസമിതി പ്രസിഡന്റ് ചന്ദ്രൻ ഇഞ്ചപ്പിള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ കറുകപ്പിള്ളി തയ്യാറാക്കിയ റിപ്പോർട്ട്. പിണ്ടിമന പഞ്ചായത്തിൽ വേട്ടാമ്പാറയിലെ പടിപ്പാറയിൽ സ്ഥാപിതമായിരിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ ജനരോഷം ഇരമ്പി. ടാർ മിക്സിംഗ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പടിപ്പാറയിൽ നടത്തിയ സമരപ്രഖ്യാപന സദസ്സിലാണ് ജനരോഷം ഇരമ്പിയത്. ജനജീവിതം ദുരിതത്തിലാക്കുന്ന ഈ പ്ലാന്റിന് എന്നും എതിരായിരിക്കും പഞ്ചായത്ത് ഭരണസമിതി എന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. ഇവിടെ വേട്ടാമ്പാറയിൽ 1-ാം വാർഡിന്റെ ഗ്രാമസഭയിലേക്ക് കടന്നു വന്നപ്പോൾ ഗ്രാമസഭയിൽ ഒന്നടങ്കം വന്ന ആളുകളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ മിക്സിംഗ് പ്ലാന്റിന് പഞ്ചായത്ത് അനുമതി കൊടുത്തു, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന് ഒരു സഹായമായി നിൽക്കുന്ന രീതിയിൽ പല ആളുകളും സംസാരിക്കാനിടയായി. അപ്പോഴും ഞാൻ പറഞ്ഞു, പഞ്ചായത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള അനുകൂല നിലപാടുകളോ അല്ലെങ്കിൽ അതിനൊന്നും വേണ്ടുന്നതായ ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ യാതൊന്നും മിക്സിംഗ് പ്ലാന്റുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കിയിട്ടില്ല എന്ന് ആ ഗ്രാമസഭ യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം ആളുകൾ ഇവിടെ ഞങ്ങൾക്ക് പല ആളുകൾക്ക് ശ്വാസമുട്ട് ഇവിടെ സംസാരിച്ചതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് പഞ്ചായത്തിലിരിക്കുന്ന നിങ്ങൾക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ രൂക്ഷമായി സംസാരിക്കുകയുണ്ടായി. ഞാൻ രൂക്ഷമായി സംസാരിച്ചതിനെ വിമർശിക്കുവാനല്ല ഞാനിത് പറയുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. സമരസമിതി പ്രസിഡന്റ് ചന്ദ്രൻ ഇഞ്ചപ്പള്ളിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സിബി എൽദോസ് സമരപ്രഖ്യാപന വിളംബരം നടത്തി. ബ്ലോക്ക് മെമ്പറും പരിസ്ഥിതി പ്രവർത്തകനുമായ ജെയിംസ് കോറമ്പേൽ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ പങ്കെടുത്തവർ എന്തു വില കൊടുത്തും ലക്ഷ്യം കാണും വരെ പോരാടുമെന്ന് പ്രതിജ്ഞയെടുത്തു. വേട്ടാമ്പാറയിലെ പടിപ്പാറയിൽ സ്ഥാപിതമായിരിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റ് മനുഷ്യജീവന് ഹാനികരവും ആണെന്ന് ജന്തുസസ്യ ജീവജാലങ്ങൾക്ക് ദ്രോഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ശേഷിയുള്ള ഈ പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് ഞാൻ മുൻപന്തിയിലുണ്ടായിരിക്കും. ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ എന്റെ സമയവും സമ്പത്തും ആരോഗ്യവും ചിലവഴിച്ച് രാഷ്ട്രീയ മതസമുദായ ചിന്തകൾ കൂടാതെ സംയുക്ത സമരസമിതിയോട് ചേർന്ന് നിന്ന് ലക്ഷ്യം നേടും വരെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വേട്ടമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജോഷി നിരപ്പൽ, കുളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് വികാരി ഫാദർ എബി പീറ്റർ കിഴക്കേപ്പുറത്ത്, മാലിപ്പാറ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് കൂനാനിക്കൽ, മെമ്പർമാരായ SM അലിയാർ, വിൽസൺ കൊച്ചുപറമ്പിൽ, TK കുമാരി, ജിൻസ് കച്ചിറയിൽ, ബേസിൽ എൽദോസ്, സിജി ആന്റണി, ലാലി ജോയ്, ലത ഷാജി, സാമൂഹ്യ പ്രവർത്തകരായ ജിജി പുളിക്കൻ, ജോൺസൺ കറുകപ്പള്ളിൽ തുടങ്ങിയവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ജോസ് KU സ്വാഗതവും MS അബ്രഹാം നന്ദിയും പറഞ്ഞു. ജോമോൾ ജോസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വേട്ടാമ്പാറ പ്രദേശത്തെ കൂടാതെ സമീപ പ്രദേശങ്ങളിലുള്ളവരും പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുത്തു. ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, കുട്ടികളും സ്ത്രീകളും പ്രായം ചെന്നവരും ഉൾപ്പെടെ 500-ലധികം ആളുകൾ പങ്കെടുത്തു. മുദ്രാവാക്യം വിളിച്ച് പങ്കെടുത്തവർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ സൂചന സമരം കണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി ഭാരവാഹികളായ യോഹന്നാൻ TM, സോവി കൃഷ്ണൻ, ജോസ് കുര്യൻ, ശശി ഇഞ്ചപ്പള്ളി, ബിനു ബേബി തുടങ്ങിയവർ പറഞ്ഞു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ധാരാളം പേർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളമെന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് നിന്നും ആരംഭിച്ച NDA സംസ്ഥാന ചെയർമാനും BJP സംസ്ഥാന പ്രസിഡന്റുമായ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 14 ബുധനാഴ്ച ഇടുക്കിയിൽ എത്തിച്ചേരും. ഈ പരിപാടിയുടെ വിജയത്തിനായി തൊടുപുഴയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. NDA ഇടുക്കി ജില്ലാ ചെയർമാൻ C. സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. NDA ജില്ലാ കൺവീനർ KD രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച NDA സംസ്ഥാന ചെയർമാനും BJP സംസ്ഥാന പ്രസിഡന്റുമായ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 14 ബുധനാഴ്ച ഇടുക്കിയിലെത്തിച്ചേരും. ദേശീയ രാഷ്ട്രീയത്തിൽ NDAക്ക് അനുകൂലമായി നടക്കുന്ന സംഭവ വികാസങ്ങളോടെ ഇത്തവണ 400 കടക്കും എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നരേന്ദ്രമോദി തുടക്കം കുറിച്ച ശേഷം ആരംഭിച്ച പദയാത്രയ്ക്ക് ഇടുക്കിയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകുവാനുള്ള പ്രവർത്തനത്തിലാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർ. ഈ പരിപാടിയുടെ വിജയത്തിനായി തൊടുപുഴയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ഇതുപോലെ താഴെ ഘടകങ്ങളിലും സ്വാഗത സംഘങ്ങൾ രൂപീകരിക്കും. NDA ഇടുക്കി ജില്ലാ ചെയർമാൻ C. സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം സ്കീമുകളുണ്ട് അദ്ദേഹം എല്ലാം തന്നെ അവിടെ എണ്ണി പറയുന്നുണ്ട്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് ജനങ്ങളിൽ എത്തിക്കണം, അത് സ്ത്രീകളിൽ എത്തിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഈ ഇലക്ഷൻ പ്രചരണം എന്ന് തന്നെ പറയുന്നത് ഈ സ്കീമുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം അതേ അവസരത്തിൽ 4000 കോടി രൂപയുടെ NDA ജില്ലാ കൺവീനർ KD രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ലോക്സഭാ ഇൻചാർജ് N. ഹരി പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. BDJA സംസ്ഥാന സെക്രട്ടറി ഷൈൻ K. കൃഷ്ണൻ, RLJP ജില്ലാ ജനറൽ സെക്രട്ടറി T. അനിത, കാമരാജ് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MA അലി, JRP സംസ്ഥാന ട്രഷറർ ജോൺസൺ, സോഷ്യലിസ്റ്റ് ജനതാദൾ മേഖലാ കൺവീനർ പത്മകൃഷ്ണ അയ്യർ, RLJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി ഹരിപ്രസാദ്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാരാങ്കൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PN സുരേഷ് സ്വാഗതവും VS രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കിഡ്നി സംബന്ധമായ അസുഖത്താൽ പ്രയാസം അനുഭവിക്കുന്ന മാങ്കുളം സ്വദേശി വളയത്തിൽ ജോജോ ചാക്കോയുടെ ചികിത്സാർത്ഥം DYFI മാങ്കുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ ലേലത്തിലൂടെ സമാഹരിച്ച തുക കൈമാറി. മാങ്കുളത്ത് നടന്ന പൊതുയോഗത്തിൽ DYFI സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ജോജോയുടെ അമ്മ ലൂസിയാമ്മ ചാക്കോയ്ക്ക് ചെക്ക് കൈമാറി. കിഡ്നി സംബന്ധമായ അസുഖത്താൽ പ്രയാസം അനുഭവിക്കുന്ന മാങ്കുളം സ്വദേശി വളയത്തിൽ ജോജോ ചാക്കോയുടെ ചികിത്സാർത്ഥം DYFI മാങ്കുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ ലേലത്തിലൂടെ സമാഹരിച്ച തുക കൈമാറി. മാങ്കുളത്ത് നടന്ന പൊതുയോഗത്തിൽ DYFI സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ജോജോയുടെ അമ്മ ലൂസിയാമ്മ ചാക്കോയ്ക്ക് ചെക്ക് കൈമാറി. CPIMന്റെ നേതാവായിരുന്ന അന്തരിച്ച സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു മഹത്തായ വചനമുണ്ട്. ജീവിതം തന്നെ ഒരു സമരമാണ്. ആ സമരത്തിനിടയിൽ നമ്മൾ ചിലപ്പോൾ വീണുപോയേക്കാം. ആ വീഴ്ചയിൽ രോഗത്തിൽ അവിടെ അടിപതറാതെ ആ ജീവിതമാകുന്ന സമരത്തെ മുമ്പിൽ പതറിപ്പോകാതെ ആ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് സഖാവ് കോടിയേരി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനുള്ളൊരു മാതൃകാ സന്ദേശം. ആർക്കും രോഗമുണ്ടാകാം, ജീവിത പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. ആ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, രോഗാതുരമായ അവസ്ഥകളെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ജീവിത സമരത്തിൽ ഒന്നിന്റെ മുമ്പിലും പതറിപ്പോകാതെ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ പഠിപ്പിച്ചൊരു നാടാണ് കേരള സമൂഹം. മാങ്കുളം സർവീസ് സഹകരണ ബാങ്കിലാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത്. 20 ദിവസത്തോളം മാങ്കുളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സുമനസുകൾ നൽകിയ വിവിധ ഉൽപ്പന്നങ്ങൾ ജനകീയ ലേലം നടത്തിയപ്പോൾ ആകെ 6,28,099 രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. ജോജോയ്ക്ക് അമ്മ ലൂസിയാമ്മയാണ് കിഡ്നി നൽകുന്നത്. കോട്ടയം കാരിത്താസിൽ ഫെബ്രുവരി 1 ചികിത്സ ആരംഭിക്കും. ചടങ്ങിൽ CPM അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ, DYFI ജില്ലാ പ്രസിഡന്റ് S. സുധീഷ്, തേജസ് K. ജോസ്, AP സുനിൽ, ഷീല രാധാകൃഷ്ണൻ, CS സുധീഷ്, ജോമോൻ ജോയ്, ജോമിഷ് ജോസ്, ബിജു കുര്യാക്കോസ്, വിനീത സജീവൻ, ES സുധീഷ്, സെബിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 52 വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുചേർന്നു. കലേന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മ പുതുക്കൽ കൊണ്ട് ശ്രദ്ധേയമായി. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അൽത്താഫ് സുധീറും സഹഭാരവാഹികളും ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അൻസാരി അടിമാലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
വികസനം സ്തംഭിപ്പിച്ച LDF സർക്കാരിന് കേരള ജനത മാപ്പ് നൽകില്ലെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NSS കുമാരമംഗലം മേഖലാ സമ്മേളനം നടത്തി. സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് K. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.